നമസ്കാരം. ഇറാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കി കരാറിലെത്തിക്കാനും ഗസയിൽ സമാധാന പദ്ധതി നടപ്പാക്കാനുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെ പൂർണ്ണമായും തള്ളി ഇറാനെതിരെ ഏകപക്ഷീയമായ സൈനിക ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ. വാഷിംഗ്ടൺ ടെഹ്റാനുമായി നയതന്ത്ര കരാറിലെത്തി യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാലും അമേരിക്കയുടെ പിന്തുണ കാത്തുനിൽക്കാതെ ഇറാനെതിരെ ഒറ്റയ്ക്ക് സൈനിക നടപടി നടത്താനുള്ള നീക്കങ്ങളിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രാലയവും. ഇറാനെ യാതൊരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച നെതന്യാഹു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ആവശ്യമെങ്കിൽ ആരെയും എതിർക്കുമെന്നും തുറന്നടിച്ചു. ഇസ്രായേലിന് ഭീഷണിയാകുന്ന രീതിയിൽ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളോ ആണവ അടിസ്ഥാന സൗകര്യങ്ങളോ പുനർനിർമ്മിക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇസ്രായേലിന്റെ ഈ നിലപാടുകൾക്കിടെ അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ നിന്നും പിന്മാറാനുള്ള ചർച്ചകൾ നടക്കുന്നതായും വിവരമുണ്ട്. US ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ജാൻ കെയ്ൻ കൂടുതൽ സൈനിക നീക്കങ്ങൾ വലിയ അപകട സാധ്യതകൾ വരുത്തിവെക്കുമെന്നും വ്യോമാക്രമണം കൊണ്ട് മാത്രം ട്രംപിന്റെ ലക്ഷ്യങ്ങൾ ഇറാനിൽ കൈവരിക്കാനാവില്ലെന്നും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, വൈസ് പ്രസിഡന്റ് JD വാൻസ് തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഭരണകൂടത്തിനുള്ളിൽ അഭിപ്രായ ഭിന്നതകളില്ല എന്നും US സൈനിക നീക്കങ്ങൾ വിജയകരമാണ് എന്നുമാണ് വൈറ്റ് ഹൗസ് വക്താക്കൾ ഇതിനോട് പ്രതികരിച്ചത്. വാഷിംഗ്ടണിന്റെ നിബന്ധനകൾ അംഗീകരിക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന്റെ ഭാഗത്തു നിന്നും താൽപ്പര്യമുണ്ടെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസും സൂചിപ്പിച്ചു. ഇസ്രായേൽ ഭീഷണി ശക്തമായി നിലനിൽക്കുന്നതിനിടെ ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി രാജ്യത്തിന്റെ സുരക്ഷാ വിഭാഗത്തിൽ നിർണായക അഴിച്ചുപണി നടത്തി. ഉന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മുഹമ്മദ് ബാഗർ സൊൽദാഖിറിനെ മാറ്റി IRGC മുൻ കമാൻഡർ മഹസിൻ റസായിയെ പുതിയ സെക്രട്ടറിയായി നിയമിച്ചു. സൊൽഖാദിറിനെ മൊജ്തബയുടെ രാഷ്ട്രീയ ഉപദേശകനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികളോടെ ഹോർമോസ് കടലിടുക്കിൽ പുതിയ കപ്പൽപാത തുറക്കാൻ ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്നും ഇതിന്റെ പൊതുരേഖയ്ക്ക് ഇറാനിയൻ പാർലമെന്റിന്റെ സമിതി അംഗീകാരം നൽകിയെന്നും ഇറാൻ മാധ്യമങ്ങൾ വെളിപ്പെടുത്തി. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടി ആയുധ ഉൽപാദനം വേഗത്തിലാക്കാൻ പെന്റഗൺ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യ വീണ്ടും കനത്ത പോരാട്ടത്തിന്റെ രീതിയിലേക്ക് തള്ളപ്പെടുകയാണെന്ന് ആശങ്ക ജനിപ്പിക്കുന്നതാണ് എന്തായാലും ഈ പുതിയ സംഭവ വികാസങ്ങൾ. അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം നയതന്ത്ര തലത്തിലുള്ള സമാധാന ശ്രമങ്ങൾക്കും കരാറുകൾക്കും മുൻഗണന നൽകുമ്പോൾ ഇറാനെതിരെ ഏകപക്ഷീയ സൈനിക നീക്കങ്ങൾക്ക് തുനിയുന്ന ഇസ്രായേലിന്റെ നിലപാട് മേഖലയിൽ കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കുന്നതാണ്. ഇറാന്റെ ഭരണ നേതൃത്വത്തിലെ അഴിച്ചുപണികളും സമാന്തര സാമ്പത്തിക നാവിക പാതകൾ കണ്ടെത്താനുള്ള നീക്കങ്ങളും ഏതൊരു ആക്രമണത്തെയും ശക്തമായി ചെറുക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. US ഭരണകൂടത്തിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളും ആയുധ ഉൽപാദനം കൂട്ടാനുള്ള പെന്റഗണിന്റെ നിർദ്ദേശങ്ങളും വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ വ്യാപ്തി നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകങ്ങളാകും. നയതന്ത്ര തലത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങൾ ആഗോള സാമ്പത്തിക സുരക്ഷാ രംഗങ്ങളെ പോലും തകിടം മറിക്കുന്ന വിശാലമായൊരു പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല.